അങ്ങോട്ട് നടന്നോണ്ടിരിവേ. ഔ നടന്നിട്ട് നീങ്ങണ്ട എൻ്റെ ശശിയെ. കുരുക്കൾ അവിടെ ഉണ്ടായിക്കില്ലേ? ആരാ? കുരുക്കളില്ലേ? വിളിക്കാം. ഓ അച്ഛാ, ആ പുറത്ത് ആള് വന്നിട്ടുണ്ട്. ആ ഐ വല്ലപ്പടി. ആ ആ. ഔ അയ്യോ എൻ്റെ അമ്മേ. ആ ആ ഓ ആ ആ. ഒന്ന് അടങ്ങ് രവിയെ. മൂപ്പരൊന്ന് നോക്കിക്കോട്ടെ. ചോര കല്ലിച്ചിട്ടുണ്ട്, ചെറിയൊരു പൊട്ടലും ഉണ്ട്. അത് ശരി. ആ ആ പതുക്കെ പതുക്കെ. ആ ആ പതുക്കെ പതുക്കെ. ഔ ആ ആ ആ. ഇത് കുറച്ച് കാലായി തുടങ്ങിയിട്ട്. ഇതൊരു സൗന്ദര്യപ്പണക്കത്തിൽ തുടങ്ങിയതാ. ശരിക്കും ഇതെന്താ പറ്റിയത്? ഒന്നും പറയണ്ട എൻ്റെ ഗുരുക്കളെ. ഇപ്പം വരെ ആയിക്കോട്ടെ. മോനെ, ഈ ആളറിയോ? ഇല്ല. ചേട്ടാ, ഈ ആളറിയോ? അറിയില്ല. ഇയാളിപ്പോൾ ഇവിടെ ആരും അറിയില്ലേ? ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇയാളറിയേട്ടാ? ഇവിടെ എവിടെ ഉള്ള ആളാ? ഇത് ഇയാളെ കമ്പനിക്കാരനല്ലേ? എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ വന്നേ. അവിടെ ഫോൺ വിളിച്ചാലൊന്നും കിട്ടൂലേ. അവിടെ ഫോൺ നിരോധിത മേഖല. ഇയ്യേ ആ ആ വരമ്പത്തൂടെ അങ്ങോട്ട് പോയിക്കോ. ഇവിടുന്ന് 4ാമത്തെ വീടാ. എന്നാ ശരി. രവിയേട്ടൻ്റെ വീടല്ലേ? അതെ. ആരാ? മൂപ്പരെ കാണാൻ വന്നാ. രവിയേട്ടൻ വിളിക്കണോ? വേണ്ട, ഈ കത്ത് കൊടുത്താൽ മതി. ആരാ ഇപ്പം കാലത്ത് കത്തൊക്കെ എഴുതുന്നത്? ഒട്ടിച്ചിട്ടുമില്ല, അഡ്രസ്സും ഇല്ല. എന്ത് കത്താപ്പത്? ഏതായാലും ഒന്ന് വായിച്ചോക്കട്ടെ.
പ്രിയപ്പെട്ട രവിയേട്ടന് രാധ എഴുതുന്നത്. ഏ? രാധയോ? ഞാൻ കുറച്ച് ദിവസമായി സുഖമില്ലാതെ കിടപ്പിലാണ്. രവിയേട്ടനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നേയില്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നേരിൽ കണ്ടു പറയാനുണ്ട്. കഴിയുമെങ്കിൽ ഒന്ന് വീട് വരെ വന്നാൽ നന്നായിരുന്നു. എന്ന് രവിയേട്ടൻ്റെ സ്വന്തം രാധ. ഭഗവാദിക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകും. ആ രവിയേട്ടാ. രാധേ, എത്ര നാളെയാടാ നിന്നെ കണ്ടിട്ട്. ഞാനൊരു കത്തയച്ചിരുന്നു. ഓ, അത് കിട്ടിയടാ. ഒരു കത്തോ കിട്ടിയ മറുപടി അയക്കണ്ട രവിയേട്ടാ. എന്റെ കത്തിനുള്ള മറുപടിയാടാ കാണുന്നത്. അല്ല, കൈക്കെന്താ പറ്റിയേ? കയ്യില് മാത്രല്ലടാ, ഒന്നായിട്ട് ഓള് ഒടച്ച് വാർത്തിക്കിന്.